ഞാൻ എന്താ ഈ മുളങ്കാടിനുള്ളിലെന്നല്ലേ? അതെ, ഇന്ന് ലോകം മുളദിനാണ്. മുളയുടെ പാരിസ്ഥിതികമായ പ്രസക്തിയും ഉപയോഗയോഗ്യതയും പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ വേൾഡ് ബാംബു ഓർഗനൈസേഷൻ ആരംഭിച്ച ദിനാചരണമാണ് ലോകമുള ദിനം. എല്ലാ വർഷവും സെപ്റ്റംബർ 18-നാണ് ലോകമുള ദിനം ആചരിക്കുന്നത്. അവിടുന്ന് നമുക്കൊരു മുളവടിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ മുളയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ പുല്ലിൻ്റെ വർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ ഇനമാണ് മുള. അപ്പോൾ ഇതൊരു ഏകപുഷ്പിയാണ്. മാത്രമല്ല ഇതിലേറ്റവും ഭീമനായ മുള എന്ന് പറയുന്നത് ഏകദേശം 80 അടിയോളം ഉയരം വരുന്നതാണ് പറയുന്നത്. അപ്പോൾ ചില മുളകൾ വർഷാവർഷം പൂക്കുമെങ്കിലും അതിൽ ചിലത് ആയുസ്സിൽ ഒരിക്കൽ മാത്രമേ പൂക്കുകയുള്ളൂ. മുള കൊണ്ടുള്ള ഉപയോഗങ്ങൾ വളരെ കൂടുതലാണ്. അതായത് കടലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഒരു പ്രധാന അസംസ്കൃത വസ്തു മുളയാണ്. അതുപോലെ പന്തല് കെട്ടാൻ, കെട്ടിട നിർമ്മാണങ്ങൾക്ക് താൽക്കാലികമായി ഒക്കെ മുള ഉപയോഗിക്കുന്നു. അതുമാത്രമല്ല മറ്റു പല വസ്തുക്കൾ ഉണ്ടാക്കാൻ, അതായത് കൊട്ടകൾ നിർമ്മിക്കാൻ, പിന്നെ ഓടക്കുഴൽ, അതുപോലെ മറ്റ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുള ഉപയോഗിക്കുന്നുണ്ട്. ജപ്പാനൊക്കെ തുടങ്ങിയ രാജ്യങ്ങളിൽ മുളയുടെ തളിരില ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നു. അതുമാത്രമല്ല കേട്ടോ, മുളയുടെ കൂമ്പ് അച്ചാറുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ മുളയരി ഒരു ഔഷധ ഗുണമുള്ള സാധനമാണ്. വള്ളം തൊഴാൻ വേണ്ടിയിട്ട് നമ്മുടെ മുള ഉപയോഗിക്കുന്നു. കൂടാതെ ഹൈ റേഞ്ചിൽ ഈ മണ്ണിടിച്ചിലൊക്കെ തടയാൻ വേണ്ടിയിട്ട് മുളകൾ ധാരാളം നട്ടുപിടിപ്പിക്കുന്നുണ്ട്. ഇവ വേഗത്തിൽ വളരുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്യുകയും അങ്ങനെ ഓക്സിജൻ ധാരാളമായി പുറത്തു വിടുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ യൂക്കാലിപ്റ്റസ് മാഞ്ചിയം പോലെ ജലം ധാരാളമായി വലിച്ചെടുക്കുന്ന ഒരു സസ്യമല്ല മുള. മറിച്ച് ഇത് ജലാംശം എപ്പോഴും നിലനിർത്താൻ കൂടി സഹായിക്കുന്നു. ഇത്രയും ഗുണമുള്ള മുളയ്ക്ക് ഒരു ദിനം വേണ്ടേ? അതാണ് സെപ്റ്റംബർ 18 ലോക മുള ദിനം.